ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മേരി സ്ട്രീറ്റ്. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഉണക്കച്ചെമ്മീൻ കൊണ്ടിട്ടുണ്ടാക്കിയ ഒരു കട്ട്ലറ്റാണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ സാൻഡ്വിച്ചായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു 2 വലിയ പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, ഒരു സവാള എല്ലാം എടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ച് അച്ചിങ്ങയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ബീൻസും ഉപയോഗിക്കാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിന് പകരം ഉണക്കച്ചെമ്മീൻ, ഒരു 2 പിടി ഉണക്കച്ചെമ്മീൻ ഞാനിവിടെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വറുത്തെടുക്കണം. വറുത്ത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ചോപ്പറിലിട്ടിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പൊടിയാക്കി അരിഞ്ഞെടുത്താലും മതി. ഇനി അതൊന്ന് നന്നായിട്ട് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ മൂപ്പിക്കണം. സോ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വളരെ കുറവ്, ഒരു 1/2 ടീസ്പൂണിൽ താഴെ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക്. ഇനി ഇതുപോലെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഫ്രോസൺ ആയിട്ടുള്ള പീസാണിത്. അപ്പോൾ അത് ചേർക്കുന്നുണ്ട്. അധികം വേവില്ല ഇതിന്, അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അച്ചിങ്ങ പൊടിയായിട്ട് അരിഞ്ഞതും ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. പച്ചപ്പയർ അതും കൂടെ ചേർത്ത് ഒരല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഓൾറെഡി പുഴുങ്ങി വെച്ചിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ വെജിറ്റബിൾസിലേക്ക് ഉണക്കച്ചെമ്മീൻ 2 പിടിയെങ്കിൽ 2 പിടി ചേരുമ്പോൾ അത് മൊത്തത്തിലൊരു ചെമ്മീൻ കട്ട്ലേറ്റ് കഴിക്കുന്ന ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കും. നമുക്ക് ചെമ്മീൻ കിട്ടാത്ത സമയത്തും ചെമ്മീൻ കൊണ്ടുള്ള കട്ട്ലേറ്റ് കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ. ഉണക്കച്ചെമ്മീൻ പിന്നെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ വെള്ളം നന്നായി വറ്റി വരണം, അല്ലാന്നുണ്ടെങ്കിൽ കട്ട്ലേറ്റ് പിടിക്കുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഒന്ന് ചൂടാറുമ്പോൾ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതിങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 2 ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതിയും കൂടി എടുത്തിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പൊടിച്ചതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തെടുക്കണം. ഞാനിതിലേക്ക് മല്ലിയില ഒന്നും ചേർക്കുന്നില്ല. ആ ഒരു നാടൻ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. കറിവേപ്പില ഇഷ്ടം പോലെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാമല്ലോ, കട്ട്ലേറ്റ് പിടിക്കുമ്പോൾ സൈഡിൽ കൂടെ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെ മുകളിലേക്ക് ഇരിക്കാനുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പൊടിയാക്കി അരിഞ്ഞിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഫ്ലേവേഴ്സും അതിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഈ ഒരു മസാല മിക്സിലേക്ക് എല്ലായിടത്തേക്കും നന്നായിട്ട് പിടിപ്പിക്കുക. നല്ല ഫ്ലേവറാണ് കേട്ടോ ചെമ്മീൻ്റെ. ഇപ്പോൾ നമ്മുടെ ഈ ചെമ്മീൻ്റെ ആ മിക്സ് നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് ആക്കിയതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഫലാഫൽ മേക്കർ ഉണ്ടല്ലോ, നമ്മുടെ ഇങ്ങനെ പ്രസ് ചെയ്ത് താഴേക്ക് ആക്കിയിട്ട് ഇത് ഫില്ല് ചെയ്യുകയാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിങ്ങ് എടുക്കുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കയ്യിൽ വെച്ച് കിട്ടിയാലും മതി. എൻ്റെ കയ്യിൽ ഇതുള്ള കാരണം എടുത്തു വന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. സാധാരണ ബ്രെഡ് ചൂടാക്കിയിട്ടൊന്നുമില്ല. അതിങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ടും ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ഒരു ജാറിൽ നന്നായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ആദ്യം നമ്മളൊന്ന് മുട്ടയിൽ മുക്കുക. അതിനുശേഷം സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആദ്യം ഒന്ന് മുട്ടയിൽ മുക്കി ഇനി മറ്റേ കൈ കൊണ്ട് നമ്മുടെ ബ്രെഡിൻ്റെ ആ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതിലും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. വളരെ അധികം ഒരു വലിയ ക്വാണ്ടിറ്റിയിലല്ല നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു 2 ഉരുളക്കിഴങ്ങ്, അതുപോലെ ഒരു വലിയ ക്യാരറ്റിൻ്റെ അരഭാഗം, ഒരു 7-8 പയറുണ്ടാവും, അച്ചിങ്ങ, അതുപോലെ ഒരു 7 എണ്ണം നീളത്തിലുള്ളത്, പിന്നെ ഒരു പിടി പച്ച ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസ്,
പിന്നെ നമ്മുടെ 2 പിടി ഉണക്കച്ചെമ്മീനും. അപ്പോൾ അതാ 10 എണ്ണമാണ് എനിക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട്ലറ്റ് ഒന്ന് വറുത്തെടുക്കാം. എണ്ണയിൽ മുക്കിയിട്ടാണെങ്കിലും പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് എടുക്കാനുള്ള രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കട്ട്ലറ്റാണ്. ചെമ്മീൻ കട്ട്ലറ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഉണക്ക ചെമ്മീൻ കട്ട്ലറ്റും ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെയാണ്. നമുക്ക് ബണ്ണിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്ത് കഴിക്കാനോ അങ്ങനെ ബർഗർ പോലെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതും കൂടെ ചീസൊക്കെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ഞാൻ ആദ്യത്തെ ബാച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ 10 എണ്ണമാണ് മൊത്തം നമുക്ക് കിട്ടിയത് കേട്ടോ ഈ ഒരളവിൽ നിന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ്. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇതിന് മുൻപ് തന്നെ ഞാൻ ചെമ്മീൻ കട്ട്ലറ്റിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക പറ്റുകയാണെങ്കിൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.